നമസ്കാരം. ഗൾഫിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഷഫ്ന. ഗൾഫ് GTV വാർത്തകളിലേക്ക് സ്വാഗതം. എയർ ഇന്ത്യ വിമാനത്തിന് ബോംബ് ഭീഷണി. തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ്. മുംബൈ തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനത്തിന് ബോംബ് ഭീഷണിയെ തുടർന്ന് വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. മുംബൈയിൽ നിന്നും വ്യാഴാഴ്ച പുലർച്ചെ 5:45 വിമാനം പുറപ്പെട്ടത്. 8:10 വിമാനം ലാൻഡ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ 10 മിനിറ്റ് നേരത്തെ ലാൻഡിംഗ് നടത്തുകയായിരുന്നു. വിമാനത്തിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചു. ഐസൊലേഷൻ വേയിലേക്ക് മാറ്റിയ വിമാനത്തിൽ സുരക്ഷാ വിഭാഗം പരിശോധന നടത്തി. യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ 135 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ബോംബ് ഭീഷണിയെ പറ്റി പൈലറ്റാണ് എയർ ട്രാഫിക് കൺട്രോളിനെ അറിയിച്ചത്. ഇതോടെ എമർജൻസി ലാൻഡിംഗ് നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിനായി കൂടുതൽ സുരക്ഷാ വിമാനത്താവളത്തിൽ ഒരുക്കി. ബോംബ് ഭീഷണി വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ലെന്ന് അധികൃതർ പറഞ്ഞു. പണം ഇരട്ടിപ്പ്. വാഗ്ദാനം ചെയ്ത് സ്ത്രീയിൽ നിന്നും പണം തട്ടിയെടുത്ത സംഭവത്തിൽ 4 പേർക്ക് തടവ് ശിക്ഷ. 3 മാസം തടവും നാടുകടത്തലുമാണ് പ്രതികൾക്ക് വിധിച്ചതെന്ന് സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ ദുബായ് പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു. പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്ത് വാട്സ്ആപ്പ് വഴിയാണ് സ്ത്രീയുമായി പ്രതികൾ ബന്ധം സ്ഥാപിച്ചത്. പണം അയച്ചു നൽകിയാൽ അതിവേഗം ലാഭമുണ്ടാകുമെന്ന് വിശ്വസിപ്പിക്കുകയായിരുന്നു. തട്ടിപ്പ് കണ്ടെത്തിയതോടെ പ്രോസിക്യൂഷൻ പ്രതികളെ മിസ്ഡിമിനർ കോടതിയിലേക്ക് റഫർ ചെയ്യുകയും IT നെറ്റ്വർക്ക് വഴി ക്രിമിനൽ പ്രവർത്തനം നടത്തിയ കേസ് ചുമത്തുകയുമായിരുന്നു. വിചാരണയ്ക്ക് ശേഷമാണ് പ്രതികൾക്ക് തടവ് ശിക്ഷ വിധിച്ചത്. ഓണത്തിന് ഉത്സവ ചൈതന്യം പകർന്ന് വിസ്മയിപ്പിക്കുന്ന കളക്ഷനുമായി തനിഷ്ക്. ഇന്ത്യയുടെ ഏറ്റവും വിശ്വസനീയമായ ജ്വല്ലറി ബ്രാൻഡായ തനിഷ്ക് എക്സ്ക്ലൂസീവ് ഓണം കളക്ഷൻസ് പുറത്തിറക്കി. കേരളത്തിന്റെ പ്രിയപ്പെട്ട ഉത്സവത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും ചൈതന്യവും ഉൾക്കൊണ്ട് അതിസൂക്ഷ്മമായി തയ്യാറാക്കിയതാണ് ഓണം എക്സ്ക്ലൂസീവ് സ്വർണ്ണാഭരണ ശേഖരണം. വിസ്മയിപ്പിക്കുന്ന ഈ ശേഖരം പ്രത്യേക ഓഫറുകളുമായി തിരഞ്ഞെടുക്കപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഉത്സവകാലത്ത് ലഭ്യമാകുക. വള്ളംകളി, മോഹിനിയാട്ടം, ഹൗസ് ബോട്ടുകൾ, ഗജവീരന്മാരെ എഴുന്നള്ളിച്ചുള്ള ഘോഷയാത്രകൾ തുടങ്ങിയവയാൽ ഓണക്കാലത്ത് സജീവമാകുന്ന പരമ്പരാഗത കാഴ്ചകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ശേഖരം ഒരുക്കിയിരിക്കുന്നത്. ഇതിലെ ഓരോ വിഭാഗവും കുറ്റമറ്റ കരകൗശലത്തോടെ ഏറെ സൂക്ഷ്മമായി തയ്യാറാക്കിയ നൂതന ഉൽപ്പന്നങ്ങളോടെ തനിഷ്കിന്റെ പ്രതിബദ്ധതയാണ് വെളിപ്പെടുത്തുന്നത്. തനിഷ്കിന്റെ ഓണം എക്സ്ക്ലൂസീവ് ശേഖരം കേരളത്തിന്റെ സമ്പന്നമായ ദേശീയോത്സവത്തിനുള്ള ആദരവാണെന്ന് ടൈറ്റാൻ ഇന്റർനാഷണൽ CEO ശ്രീ കുരുവിള മാർക്കോസ് പറഞ്ഞു. ബോത്ത് ഗോൾഡ് ആൻഡ് നാച്ചുറൽ ഡയമണ്ട്സ്. ഇപ്പം LGD ഒത്തിരി കേൾക്കുന്നുണ്ട്, വരുന്നുണ്ട്. പക്ഷേ നാച്ചുറൽ ഡയമണ്ട്സും ഗോൾഡും രണ്ടും ഫൈനൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനൊരു സർട്ടൺ ലിമിറ്റഡ് സപ്ലൈ ഉണ്ട്. അത് കൂടാൻ പോകുന്നില്ല. കാരണം വെച്ചാൽ ഒരു ഡയമണ്ട് ഫോം ചെയ്യാനായിട്ട് ഇറ്റ് ടേക്സ് മില്യൺസ് ഓഫ് ഇയേഴ്സ്. ഗോൾഡ് നാച്ചുറലി ഒക്കറിങ് ആയിട്ടൊരു മിനറൽ, അത് തനിയെ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടാൻ പോകുന്നില്ല. സോ അങ്ങനൊരു റിസോഴ്സ് ഉള്ളപ്പം അത് ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആയിരിക്കും. മിസ്റ്റർ ബീറ്റ്സിന്റെ റെക്കോർഡ് തകർത്തു ക്രിസ്ത്യാനോ. ചാനൽ തുടങ്ങി 17 മണിക്കൂർ കൊണ്ട് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്. 10 മില്യൺ സബ്സ്ക്രൈബേഴ്സിലേക്ക് 132 ദിവസം എടുത്തു. മിസ്റ്റർ ബീറ്റ്സിന്റെ റെക്കോർഡാണ് ക്രിസ്ത്യാനോ വെറും 10 മണിക്കൂറിൽ തകർത്തത്. യൂട്യൂബിലും മാസ് എൻട്രി നടത്തിയിരിക്കുകയാണ് ഇതിഹാസ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. യു ആർ ക്രിസ്ത്യാനോ എന്ന ചാനൽ തുടങ്ങി 17 മണിക്കൂർ പിന്നിടുമ്പോൾ താരത്തെ സബ്സ്ക്രൈബ് ചെയ്തത് 15 മില്യണോളം പേരാണ്. ചാനൽ തുടങ്ങി 1.5 മണിക്കൂർ കൊണ്ട് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ട താരത്തെ തേടി യൂട്യൂബിന്റെ ഗോൾഡൻ പ്ലേ ബട്ടൺ എത്തി. പ്ലേ ബട്ടൺ കിട്ടിയ സന്തോഷം താരവും കുടുംബവും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു. 10 മില്യൺ സബ്സ്ക്രൈബേഴ്സിലേക്ക് 132 ദിവസം എടുത്ത മിസ്റ്റർ ബീറ്റ്സിന്റെ റെക്കോർഡാണ് ക്രിസ്ത്യാനോ വെറും 10 മണിക്കൂറിൽ തകർത്തത്. ലക്ഷക്കണക്കിന് പേരാണ് ഓരോ നിമിഷവും താരത്തിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള താരമാണ് ക്രിസ്ത്യാനോ. വിവിധ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലായി 917 മില്യൺ പേരാണ് CR7 പിന്തുടരുന്നത്. താരത്തിന്റെ റെക്കോർഡ് വേഗത്തിലുള്ള പോക്കുകൾ യൂട്യൂബ് വരെ കണ്ണുതള്ളിയാണ് ആരാധകർ കുറിക്കുന്നു. മുഹമ്മദ് റാഫി നൈറ്റും അവാർഡ് ദാനവും. ശനിയാഴ്ച രാത്രി ഷാർജയിൽ 22 വർഷമായി ചിരന്തനയും ദർശനയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീതത്തെ സാധാരണ ജനങ്ങളുടേതാക്കി മാറ്റുന്നതിൽ നിർണായ പങ്കുവഹിച്ച അതുല പ്രതിഭയായിരുന്ന അനശ്വര ഗായകൻ മുഹമ്മദ് റാഫി നൈറ്റും മുഹമ്മദ് റാഫിയുടെ പേരിൽ ചിരന്തന ദർശന സാംസ്കാരിക വേദി വർഷം തോറും നൽകി വരാറുള്ള ചിരന്തന മുഹമ്മദ് റാഫി പുരസ്കാരം വിതരണവും 24/4/2024 ശനിയാഴ്ച രാത്രി 7 മണിക്ക് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ഹാളിൽ വെച്ച് നടക്കുമെന്ന് ചിരന്തന പ്രസിഡന്റ് പുന്നക്കൻ മുഹമ്മദ് അലി. UAയിലെ ജീവകാരുണ്യ പ്രവർത്തകൻ കമാൻ പാലത്തിനെയും UAയിലെ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകനുമായ സാം വർഗീസ് എന്നിവർക്കാണ് റാഫി അവാർഡ്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരുടെ ബാഗേജ് 30 കിലോ ആയി തുടരുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്. UAയിൽ നിന്നും യാത്ര ചെയ്യുന്നവർക്കുള്ള സൗജന്യ ബാഗേജ് അലവൻസിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിശദീകരണം.
ഓഗസ്റ്റ് 19 മുതൽ ബാഗേജുമായി ബന്ധപ്പെട്ട് പ്രാബല്യത്തിൽ വന്ന പുതിയ പരിഷ്കരണം കോർപ്പറേറ്റ് ബുക്കിംഗുകളായ കോർപ്പറേറ്റ് വാല്യൂ, കോർപ്പറേറ്റ് ഫ്ലെക്സ് എന്നിവയ്ക്ക് മാത്രമാണ് ബാധകമെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പറയുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ്, മറ്റ് പ്രമുഖ ബുക്കിംഗ് ചാനലുകൾ എന്നിവ മുഖേന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് റീറ്റെയിൽ കസ്റ്റമേഴ്സിനെയും ഈ മാറ്റം ബാധകമല്ല. UAE ഒഴികെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർക്കുള്ള സൗജന്യ ബാഗേജ് അലവൻസ് 30 കിലോ ആയും ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്കുള്ളത് 20 കിലോ ആയും തുടരും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.